എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണല്ലോ. അപ്പൊ ഞാന് വന്നപ്പോ ആരതിയോട് പറയായിരുന്നു, കുറെ നാളായി വീട്ടിലത്തെ ചോറ് ഇതൊക്കെ കഴിച്ച് കുറെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പൊതിച്ചോറ് തന്നെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, നീ രാവിലെ നല്ല പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുമൊന്നുമില്ല, ആദ്യം ചായ ഒക്കെ കുടിക്കുക, എന്നിട്ട് പൊതിച്ചോറ് സെറ്റാക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഉം, ആ ശരിയാക്കാം. അപ്പൊ വാഴല വേണ്ടേ? വാഴല ഞങ്ങളവിടെ ഇല്ല. ഇത് അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കേണ്ടി വരുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ ശരിക്കുള്ള പൊതിച്ചോറിൽ വേണ്ട സാധനങ്ങളൊന്നും ഞങ്ങളുടെ പൊതിച്ചോറിന് ഉണ്ടാവില്ല. തട്ടിക്കൂട്ട് പൊതിച്ചോറ് ആ നമുക്കുള്ള സാധനം വെച്ച് ഉണ്ടാക്കാന്നേ. ഇപ്പൊ തിന്നണം എന്നുള്ള ആഗ്രഹം വന്നതിനെ പിന്നെ നമ്മള് അതില്ല ഇതില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ, എങ്ങനെയും സെറ്റ് ആക്കണല്ലോ, അങ്ങനെയല്ലേ നോക്കുള്ളൂ. അപ്പൊ ഞാൻ ഉന്നോട് പറഞ്ഞ് ആ സാധാരണ നമുക്ക് നോക്കാം, ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കിയാ പോരേന്നൊക്കെ പറഞ്ഞു. ചമ്മന്തിയാണ് മെയിൻ, ചമ്മന്തി ഇല്ലാണ്ട് എന്ത്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും അവളും കൂടി ഒരു പൊതിച്ചോറ് അങ്ങോട്ട് സെറ്റ് ആക്കട്ടെ. അപ്പൊ നിങ്ങൾക്കും കൂടാം, ഓക്കെ? അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി ചായ ഒക്കെ വെച്ച് ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ ചോറിന്റെ പരിപാടിയൊക്കെ നോക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് നിന്നിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ചോറിന്റെ ഐറ്റത്തിൽ വേണ്ടതെന്നുള്ള ഡിസ്കഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചില്ല. അപ്പൊ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അതായിരിക്കുമല്ലോ ഇത്തിരി കൂടെ എളുപ്പമായിട്ട് വരിക. അതിന് കുറെ കറിയൊന്നുമില്ല, ആകെ കുറെ 2-3 കറി പിന്നെ വീട്ടിലുള്ള കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാന്നേ. ഒരാഗ്രഹമല്ലേ, നടന്നോട്ടെ അല്ലേ? അല്ല പിന്നെ എപ്പോഴും നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമ്മൾ കഴിക്കും, പക്ഷെ വീട്ടിലത്തെ ഫുഡ് കഴിച്ചാൽ മതി എന്ന് ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് തന്നെ തോന്നുമല്ലോ, നമ്മുടെ വീട്ടിലത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ ഒരു സ്ഥലത്തുനിന്നും വേറെ ഇതാകുമ്പോൾ. ഞാൻ എപ്പോഴും കഴിക്കും, മുതിരക്കറി കഴിക്കണം, കടലപ്പേരി കഴിക്കണം, അങ്ങനെ കുറേ ഇതുണ്ടാവും ലിസ്റ്റ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്കൊന്നും തിന്നാൻ തോന്നൂല. അത് വേറൊരു റിയാലിറ്റിയാണ്, എനിക്കറിയില്ല. എപ്പോഴും കഴിക്കാനായിട്ട് തോന്നൂല. ഏതെങ്കിലുമൊക്കെ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഹാപ്പി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ചോറുണ്ടാവും, അത് മെയിനാണല്ലോ. ചോറുണ്ടാവണം, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു ചമ്മന്തി, അച്ചാറ്, എരിശ്ശേരി. എരിശ്ശേരി എന്ന് തന്നെയല്ലേ പറയണേ? എരിശ്ശേരി, പിന്നെ ഒരു ചാറ് കറി. മുട്ട വെക്കണമെങ്കിൽ വെക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു മുട്ടയും കൂടി പ്ലാൻ ചെയ്യുന്നു. അതിന് 7 സാധനങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. 7 സാധനങ്ങളുള്ള കുട്ടി പൊതിച്ചോറ്. പക്ഷെ ഇല എവിടെ നിന്ന് കിട്ടുമായിരുന്നു? അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടുമെന്നാണ് ആള് പറയണേ. അപ്പോൾ ചോദിച്ചോക്കാം. ഇന്ന് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലയാണല്ലോ. ഇല നമ്മുടെ വീട്ടിലില്ല, അപ്പം അപ്പുറത്തെ വീട്ടിലാണുള്ളത്. അപ്പം അവിടെ പോയിട്ട് പൊട്ടിച്ചിട്ട് വരാം, ഓക്കെ? പക്ഷെ ഇതെങ്ങനെ അങ്ങോട്ട് ചാടുക? ഈ ചാടാനും പിടിക്കാനൊക്കെയാണ് പാട്. എൻ്റെ എളുപ്പത്തിന് എൻ്റെ ഹൈറ്റിന് ഒത്തിട്ട് ഒരാൾ നിൽക്കണ്ട, ആ ഇല മതി. പക്ഷെ എനിക്ക് പേടി അങ്ങോട്ട് പോവാൻ. ഇത്ര മതിയോ നീളം? പോരെ? പേടിയില്ലാത്തോണ്ട് അമ്മേ. അങ്ങനെ ഇല കിട്ടി. ഇതാണ് മെയിൻ. ഇതിലാണ് നമ്മൾ ചോറും കറിയൊക്കെ ഇട്ട്. എനിക്ക് വയ്യ, ആലോചിക്കുമ്പോഴേ വെള്ളം വരുന്നു. വാ പോവാം. ഇനി നമുക്ക് തേങ്ങയാണ് മെയിനായിട്ട് വേണ്ടത്. ഇവിടെ കറിയൊക്കെ രാവിലെ സെറ്റായിട്ടുണ്ട്. ഒരു ഒഴിച്ചുകറിയും അതുപോലെ തന്നെ എരിശ്ശേരിയും രാവിലെ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണം, ചമ്മന്തി ഉണ്ടാക്കണം, അത്ര വേണ്ട. അപ്പം നമുക്ക് ആദ്യം നാളികേരം ചേർക്കാം, ഓക്കെ? ചമ്മന്തിക്ക് ഒരുപാട് എഫേർട്ട് ഇട്ടാൽ പറ്റുള്ളൂ. മിക്ക സമയത്ത് അച്ഛനാണ് ഇവിടെ നാളികേരം ചെറിയ തരാറുള്ളത്. ഈ പച്ച ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെറുതാണ്. അമ്മേ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നാളികേരിട്. ആരതിയുടെ കരങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്ത് കറി വെച്ചാലും കൂട്ടാൻ വെച്ചാലും അത് ആരതിയാണ് വെക്കുന്നത് കേട്ടോ. ഞാനാന്ന് ആദ്യം തെറ്റിദ്ധരിക്കരുത്. നാളികേരിട്ടു. ഇനി എന്തിടണം? ഉള്ളി ഉള്ളിട്ടു. ദെൻ എന്താ? പച്ചമുളക്. കുറെ പച്ചമുളക് ഇട്ട് എരിയില്ലേ? ഇഞ്ചി, പിന്നെ
പുളി. പുളി. നീ പറയുന്നതൊക്കെ ഏറ്റു പറയലാണ് എന്റെ ജോലിന്ന്. ഇവിടെ ആണെച്ചാ ഒടുക്കത്തെ മഴ. ചമ്മന്തി നമ്മൾ അരച്ചുണ്ട്. ഇനി അതിൽ ഇത്തിരി വേപ്പിലും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ചമ്മന്തി സെറ്റ്. പിന്നെ ഉരുള ഉരുട്ടിയാ മതി. ഇതെന്ത് വെളിച്ചെണ്ണ കണക്കാ? എന്റെ അനിയത്തിക്ക് ഇത്തിരി വെളിച്ചെണ്ണയിൽ പ്രാന്തുള്ളതാണ്. അതുകൊണ്ട് പിന്നെ പണ്ടേ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ചമ്മന്തി ഓക്കെ. അങ്ങനെ ചമ്മന്തിയായി. പരിപ്പ് കറിയും എരിശ്ശേരി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കൻ വറക്കാട്ടുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞാൽ പൊതിച്ചോറ് റെഡിയായി. പിന്നെ പൊതിച്ചോറ് കെട്ടണം. കുറെ നേരം കെട്ടി വെച്ചിട്ടാണ് പിന്നെ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തിന്നാം. എന്താ രസം. ചിക്കൻ വറക്കായിട്ടത് കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ വറക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് ശരിയായി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. നല്ല മണവുണ്ട്. ഫസ്റ്റ് ചോറിടാം. കുറച്ച് ചോറ് മതി. ഇനി ചമ്മന്തി അവിടെ എനിക്ക് ഉരുളുരുട്ടി വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ചമ്മന്തി ആയി. പിന്നെ എന്നിട്ടിടാം ഈ എരിശ്ശേരി ഇടാം. എരിശ്ശേരി ഈ സൈഡിലിരിക്കട്ടെ. എല്ലാം കുറച്ച് കുറച്ച് മതി. പിന്നെ ചിക്കൻ ഫ്രൈ വയ്ക്കാം. അവിടേക്കും വയ്ക്കാം. ചിക്കൻ ഫ്രൈ വെച്ചു. ഇനി ഒരു ചമ്മന്തി. അല്ല, ചമ്മന്തി ഇല്ലല്ലോ, അതിൻ്റെ പേര് അച്ചാർ. ഇതെന്താ അച്ചാർ ഉണ്ണിയ? മാങ്ങച്ചാർ. ഇതടക്കും. അവിടേക്ക്. അച്ചാറിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് അച്ചാർ മതി. കുറച്ചറായി ശരിയാവില്ല. ഇനി നമ്മുടെ ഒഴിച്ച് കറിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ. കറി ഓക്കെ. ഇത്രയും പോരെ? ഇത്ര മതി. അപ്പം അത് ഓക്കെ ആയി. ഇനി ഇത് അടയ്ക്കാനാണ് പാട്. എനിക്കറിയില്ല അടയ്ക്കാൻ. എന്നോട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടില്ലല്ലോ. അടക്കട്ടെ. ഈ ആൾക്കാരൊക്കെ എങ്ങനെ എന്തോ ഇതാക്കും. ഇങ്ങനെ വെച്ച് പൊതിയാൻ തരുമായിരിക്കും. പൊതിയുടെ ഭംഗിയൊന്നും നോക്കരുത്. എനിക്ക് പൊതി അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറേ കഴിഞ്ഞിട്ട് എടുത്ത് തിന്നാം. ഓക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. തിന്നണം. എങ്ങനെ വരും? നോക്കട്ടെ. ഇതിപ്പോൾ മടക്കിയത് ഇങ്ങനെയൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ മടക്കാന്നാണ് എൻ്റെ ഒരു മതിയായ ധാരണ. സാരില്ലേ, ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഉള്ള വെച്ചല്ലേ, അറിയണ പോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തല തിരിഞ്ഞു പോയ തുറന്ന തല തിരിഞ്ഞു പോയി. തിരിച്ചേക്കട്ടെ കേട്ടോ. നല്ല മണം. ഇതെവിടെ നിന്ന് തിന്നും? ആദ്യം കുറച്ച് കൂട്ടാൻ, കുറച്ച് ചമ്മന്തി, കുറച്ച് ഉപ്പേരി, ചിക്കൻ്റെ കയ്യിൽ മറക്കരുതല്ലോ. കുറച്ച് ചിക്കൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആരുടെ നീ എങ്ങനെയാണ് ഇത്ര ടേസ്റ്റിൽ വെക്കണം? എനിക്ക് അറിഞ്ഞില്ല. ശരിക്കും കൂടി പറഞ്ഞു തരുമോ? ഞാൻ എത്ര വെച്ചാലും എത്ര ടേസ്റ്റിലാവില്ല. എന്നുവെച്ചാൽ ഞാൻ കഴിച്ചിട്ട് വരാം. എന്നുവെച്ചാൽ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. കാരണം ഇത് തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്നട്ടെ. എൻ്റെ ഒരു സമാധാനമായിട്ട് തിന്നു. ഓക്കെ. എന്നുവെച്ചാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ